ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു എന്താ പറയുക നല്ലൊരു വെതറാണ്. 2 ഡിഗ്രിയാണ് കേട്ടോ അവിടെ. ഊതിയ വായിന്ന് പുകയൊക്കെ വരും. അപ്പോൾ ഇവിടെ ഒരു ട്രെക്കിങ്ങിന് വേണ്ടി ഇറങ്ങിയതാണ്. പക്ഷെ എന്താ ഈ സീന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ കൂളൻ്റ് ഭയങ്കര ലോ ആണ്. പിന്നെ ഇപ്പോൾ സ്കീം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഷുറൻസ് ആണ് കേട്ടോ കാറിൻ്റെ തന്നെ ബ്രേക്ക് ഡൗൺ ഒക്കെ ആയ തന്നെ. അപ്പോൾ അവരെന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു ലോറിയിൽ വരും, പിക്കപ്പ് വാൻ മാതിരി. ആ പിക്കപ്പ് വാനിൽ ഈ കാർ എടുത്തിട്ട് പോകും. എന്നിട്ട് നമുക്ക് വേറൊരു കാർ തരും. ആ കാറിൽ നമുക്ക് പോയിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് അവർ നമ്മുടെ കാറ് നമുക്ക് വീട്ടിൽ കൊണ്ട് തരും എന്നുള്ളതാണ്. ഇതൊക്കെ ഫ്രീ ആണ് കേട്ടോ ഈ ഇൻഷുറൻസിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അതൊരു നല്ല കാര്യമാണ്. പക്ഷേ 1 മണിക്കൂർ ഇവിടെ വെയിറ്റ് ചെയ്യണം. അത് നമുക്ക് കുഴപ്പമില്ല, കാരണം ഇവിടെ ബർഗർ കിങ്ങും എന്താ പറയുക സൂപ്പർ മാർക്കറ്റൊക്കെ ഉണ്ട്. അതുകൊണ്ട് വലിയ സീനൊന്നുമില്ല. സോ ഗൈസ്, ഇപ്പോൾ അയാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ ഇൻഷുറൻസിന് തന്നെ. ഇവിടെ അടുത്ത് വേറൊരാളുണ്ട്. സോ അയാൾ പറഞ്ഞു ഈ പെട്രോൾ പമ്പിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോ ചോദിച്ചു, വല്ല കൂളൻ്റ് കിട്ടുമെന്ന്. പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തിട്ട് അങ്ങനെ കമ്പാറ്റബിൾ ആയിട്ടുള്ള കൂളൻ്റൊന്നും അറിഞ്ഞില്ല, കണ്ടില്ല. അപ്പോൾ അയാൾ ഇവിടുന്ന് 5 മിനിറ്റേ ഉള്ളൂ, 1 കിലോമീറ്റർ എന്തോ. അപ്പോൾ അയാൾ വന്നിട്ട് ഇവിടെ നോക്കാൻ പറഞ്ഞു. ഇവിടെ വന്ന് അയാൾ നോക്കിയിട്ട് ഈ കൂളൻ്റ് കുഴപ്പമില്ല പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാറിൽ വിട്ട് സെറ്റ്, അല്ലെങ്കിൽ പിന്നെ മറ്റേ നോക്കണം. പക്ഷെ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് അല്ലേ. ഒരു കാറ് ഫ്രീ ആണെച്ചാൽ കൂടി അവരൊരു കാറ് തരും, നമ്മുടെ കാറ് കൊണ്ടുപോകും, പിന്നെ അവരുടെ കാർഡ് കൊടുക്കണം തിരിച്ച്. സോ ബെറ്റർ ഓപ്ഷൻ ഇതാണ്. അയാൾ വന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു 10 മിനിറ്റിൽ വരും. അപ്പോൾ അയാൾ വന്നിട്ട് എന്താച്ചാ. സോ ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ ഇതാണ് ആ പിക്കപ്പ് ട്രക്ക്. നമ്മൾ പറഞ്ഞ പിക്കപ്പ് ട്രക്ക് വന്നു കഴിഞ്ഞു. ആ മഞ്ഞ കളർ. സോ കണ്ടില്ലേ, ഇതൊക്കെ എന്നോട് കണ്ടുണ്ട്. ആ മഞ്ഞ കളർ കണ്ടോ, അതാണ് പിക്കപ്പ് ട്രക്ക്. സോ ബേസിക്കലി പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ട് ഞാൻ കോൾ ചെയ്തിട്ട് നമ്മളേക്കും വന്നു കഴിഞ്ഞു. സോ ഇവിടുത്തെ കൂളൻ്റ് പറ്റിയില്ലെങ്കിൽ അതിൽ വെച്ച് കൊണ്ടുപോകും ഈ കാറ്. ആണ് നടക്കാൻ പോകുന്നത്. സോ നമുക്ക് നോക്കാം. Can you show me which one? അതാണ് പറഞ്ഞത്. ആള് വന്നിട്ട് ഇവിടെ നിന്ന് കൂളൻ്റ് എടുത്ത് കൊടുത്തു. സോ ചേട്ടൻ വാങ്ങിക്കാൻ പോയിരിക്കുകയാണ്. ഇനിയിപ്പോൾ അതിൽ എന്താ പറയുക ഒഴിച്ചു നോക്കും. സോ അത്രേ ഉള്ളൂ. ആള് ലീക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അതും നോക്കണം, കാരണം ലീക്ക് ഉണ്ടെങ്കിൽ നമ്മൾ എത്ര ഒഴിച്ചാലും പോയിക്കൊണ്ടിരുന്നതിൻ്റെ സീനല്ലേ. സോ ആൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ ഗൈസ്, ആൾ വന്ന് ഒഴിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ സീനിലാണു. ഇതാണ് ദ ബെസ്റ്റ് തിങ് യു ക്യാൻ ഡു. അല്ലാതെ കാറ് അതിൽ കൊണ്ടുപോയിട്ട് കണ്ടേ ആ വലിയ മഞ്ഞ വണ്ടി അവിടെ നിൽക്കുന്നത്, അതിൽ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞാൽ പിന്നെയും 1 മണിക്കൂർ വെയിറ്റ് ചെയ്ത് വേറൊരു കാറ് വന്ന്. സോ ഒരുപാട് ടൈം പോകുന്നുള്ളതാണ്. ഇപ്പോൾ വലിയ കുഴപ്പമില്ല, കൂളൻ്റ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും ഏട്ടനും അതന്നെ വിചാരിച്ചത്, ഏതെങ്കിലും ഒരു പെട്രോൾ പമ്പിൽ പോയിട്ട് ഉണ്ടോ നോക്കാതെ. പക്ഷെ നമുക്ക് അതിൻ്റെ സ്പെസിഫിക്കേഷൻ ഒന്നും അറിയില്ലല്ലോ കറക്റ്റായിട്ട്. അത് പെട്ടെന്ന് കണ്ടപ്പോൾ ഇതിനൊന്നും പറ്റില്ല എന്നാണ് തോന്നിയത്. പക്ഷേ ഇവർ പറഞ്ഞത് വലിയ കുഴപ്പമില്ല. ഇയാളെ പറയുമ്പോൾ വലിയ സീനൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് നമുക്കിനി പോകാമെന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ നല്ല ക്ലൈമറ്റ്. ഇപ്പോൾ സമയം 1:30 ആവണം. 1:30 അല്ല, ഏകദേശം 2 മണിയായി. ആൻഡ് ഇപ്പം അത്ര തിരക്കുമില്ല. സോ നല്ല കാമായിട്ട്. സാധാരണ നല്ല തിരക്കുണ്ടാകും. ഇപ്പോൾ കൊറോണ ആയതുകൊണ്ടായിരിക്കും മേ ബി തിരക്ക് കുറച്ച് കമ്മിയാണ്. ഫുള്ള് ഒരു കാട് മാതിരി ഒരു സ്ഥലം കാടില്ലേ. ഇപ്പോൾ അപ്പാരൻ്റ്ലി ഞാനും ചേട്ടനും വൈഫ് മാത്രമേ ഉള്ളൂ, ചേച്ചിയും വേറെ ആരുമില്ല. സോ ഒരു നല്ല രസമുണ്ട്. നമുക്ക് ഏത് സ്ഥലത്ത് വേണമെങ്കിൽ പോവാം. സോ ഇവിടെ സൈക്കിളൊക്കെ കൊണ്ടുവരാം കേട്ടോ. സൈക്കിളൊക്കെ കൊണ്ടുപോയിരുന്ന അടിപൊളിയാണ്. സോ ഇതാണ് സ്ഥലം, ഒന്നും പറയാനില്ല, വേറെ ലെവൽ.
ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഈ ഒരു സീസൺ വിൻ്റർ സീസൺ ആയതുകൊണ്ടാണ് ഇവിടെ ഇലയൊന്നും ഇല്ലാത്തത്. മരമൊക്കെ ഉണങ്ങി ഫുള്ള് ഈ ലീവ്സൊക്കെ കണ്ടില്ലേ. നമ്മൾ ഇതേ സമ്മർ ടൈമിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫുൾ പച്ചയായിരിക്കും. ഈ മരമൊക്കെ ആക്ച്വൽ കളേഴ്സ് ആയിരിക്കും. മേ ബി ഇതൊന്നും അറിയുന്നില്ല. അപ്പോൾ ഓരോ മരവും ഓരോ കളറായിരിക്കും, ഇൻ ദ സെൻസ് ഇലയൊക്കെ. ഇപ്പോൾ നമ്മൾ വിൻ്റർ ആയതുകൊണ്ടാണ് ഇത് കണ്ടില്ലേ ഫുൾ ഈ ഇലയൊക്കെ ഉണങ്ങി പോയി. ഈ ഫുള്ള് ഒരു ഫോറസ്റ്റ് ഫയർ വന്ന മാതിരിയുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ ഇരിക്കുന്നത് ഇവിടെ, ഫുള്ള് ഉണങ്ങി. പക്ഷെ ഇവിടെ അങ്ങനെ അല്ല. ആ ഒരു വ്യൂ കണ്ടില്ലേ, ആ സണ്ണ്. ഈ സൈഡ് ഫുൾ പുല്ല്, രണ്ട് സൈഡും പുല്ല്, നടുവിൽ പാത്ത്. നമ്മൾ ഗൂഗിൾ ഇമേജസ് ഒക്കെ കാണുന്നുണ്ടാവും, ജർമ്മനിന്നൊക്കെ കൊടുത്താൽ ചിലപ്പോൾ ഈ ഇമേജസ് ഒക്കെ വരുന്നുണ്ടാവും. ആ ഒരു ഈ ഫ്രെയിം നോക്കൂ, ഒന്നും പറയാനില്ല, വേറെ ലെവല്. നമുക്കിങ്ങനെ ഈ ഒരു റോഡ് ഇങ്ങനെ നേരെ ഈ ഒരു പാത്ത് നേരെ ഇങ്ങനെ പോവാം. ഓക്കെ, ഭയങ്കര കമ്മിയാണ് ആൾക്കാർ, കമ്പാരിറ്റീവ്ലി നല്ല കമ്മിയാണ്. അത്ര ആൾക്കാരൊന്നുമില്ല, കൊറോണ കാരണമായിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞ മാതിരി അവിടെ കണ്ടില്ലേ ഈ ബ്രൗൺ, ഈ മരമൊക്കെ ഇതൊന്നും ഇങ്ങനെ അല്ല, നല്ല ലീവ്സൊക്കെ ആയിട്ടായിരിക്കും. ഇപ്പോൾ ഈ വിൻ്റർ ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇവിടെ ഫുൾ പച്ച. ഇവിടെയൊക്കെ ഇപ്പോൾ പച്ച തന്നെ, ബട്ട് ഞാൻ പറയുകയാണെന്ന് വെച്ചാൽ ഈ മരമൊക്കെ ഫുള്ളായി ഉണ്ടാവും. ഒരു കാട്ടിൻ്റെ നടുവ് കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാടും ഇൻ ദ സെൻസ് കണ്ടില്ലേ, രണ്ട് സൈഡും ഫുൾ മരം, വലിയ വലിയ മരങ്ങൾ. എൻ്റെ ക്യാമറയിലേക്ക് കൊള്ളുന്നില്ല, ഭയങ്കര സൈലൻസ്. രണ്ട് സൈഡ് ഇങ്ങനെ മരം, ആരുമില്ല. അപ്പോൾ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ സാറ്റർഡേ സൺഡേ ഒരു ക്യാമ്പൊക്കെ അടിക്കാന്നുള്ളതാണ്. ആരും ചോദിക്കാൻ വരില്ല. ഒരു ടെൻ്റൊക്കെ എടുത്തിട്ട് വന്നിട്ട്, ഇവിടെ ഒരുപാട് സ്ഥലമുണ്ട്, ഓരോ ആഴ്ച ഓരോ സ്ഥലത്ത് വന്ന് ടെൻ്റ് അടിക്കുക. ഒരു ടെൻ്റ് എടുത്ത് വന്ന് ഇവിടെ ഇരിക്കുക, ടെൻ്റ് എടുത്ത് നിന്നിട്ട് ഒരു ദിവസം ഇവിടെ ഇരിക്കുക. അങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഫുഡൊക്കെ എടുത്തിട്ട് വന്നിട്ട് വേറെ ലെവലായിരിക്കും. ഇതേ സ്ഥലത്തേക്ക് നമ്മൾ സമ്മറിൽ ഒരു പ്രാവശ്യം വരുന്നതാണ്. അപ്പോൾ നമുക്ക് വ്യത്യാസം മനസ്സിലാവും. ഞാൻ ഏതൊക്കെ സ്ഥലത്തിൽ, ഇപ്പോൾ വിൻ്ററിൽ ഏതൊക്കെ സ്ഥലത്ത് പോകുന്നുണ്ടോ ആ സ്ഥലത്തിലൊക്കെ സമ്മറിലും പോവും. അപ്പോഴേ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവുള്ളൂ. ഓക്കെ, സോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ആൾക്കാർ സൈക്കിളൊക്കെ ഓടിച്ച് പോകുന്നുണ്ട് എൻ്റെ ബാക്കിൽ, നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവും. സോ സൈക്ലിംഗ് ഇവിടെ അലൗഡാണ്. ദ സെൻസ് സൈക്കിളൊക്കെ ആലോചിച്ചു, ഗോപ്രോ ഒക്കെ ഹെൽമെറ്റിൽ വെച്ചിട്ട് സൈക്കിളിൽ പോയി കഴിഞ്ഞാൽ ഈ വ്യൂ വേറെ ലെവലായിരിക്കും. സൈക്ലിംഗ്, ആൾക്കാർ ഓടാനൊക്കെ പോവും. സോ ലോഡ് ഓഫ് ആക്ടിവിറ്റീസ് ഈ ഒരു സ്ഥലത്ത്. ഇപ്പോൾ പെർഫെക്റ്റ് വെതറാണ് കേട്ടോ ഈ ഒരു സംഭവം. കാരണം സാധാരണ വിൻ്റർ സ്നോ ഒക്കെ ആയി കഴിഞ്ഞാൽ ഇവിടെ വരാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഇവിടെ നല്ല വെയിലുണ്ട്, ഇപ്പോൾ തണുപ്പുണ്ട്, 2 ഡിഗ്രിയാണ്. ഹെവി ജാക്കറ്റില്ലെങ്കിൽ സീനാണ്. സോ നല്ലൊരു പാഡഡ് ഇതുമാതിരി നല്ലൊരു ജാക്കറ്റ് നമ്മൾ ഇടണം. ഇല്ലെങ്കിൽ കാര്യമില്ല, തണുത്തിട്ട് നമുക്കിരിക്കാൻ പറ്റില്ല. തണുപ്പ് എന്നുള്ളതൊക്കെ നല്ല സുഖം തന്നെയാണ്, പക്ഷെ ഒരളവിന് നമുക്ക് തണുപ്പ് താങ്ങാൻ പറ്റില്ല. നമുക്കറിയാലോ, മൈനസിലൊക്കെയാണ്. ഇപ്പോൾ ഒരു 2 ഡിഗ്രി 1 ഡിഗ്രിയാണ് ഇപ്പോഴത്തെ ടെമ്പറേച്ചർ. ഇനി ഒരു മാസം കഴിയുമ്പോൾ -5 -10 ഒക്കെ. ഞാൻ നിങ്ങൾക്കിപ്പോൾ ഒരു കാര്യം കണ്ടു, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു. ഞാൻ തൊട്ട് കാണിച്ചുതരാം. കണ്ടില്ലേ ഇലയൊക്കെ, യാ കണ്ടില്ലേ, ഫ്രോസ്റ്റ് ആയിരിക്കണം. ഇതാണ് ബേസിക്കലി ഇവിടുത്തെ അവസ്ഥ. സോ ഗൈസ് കണ്ടില്ലേ, ഒരുപാട് ഹിൽസ് ഉണ്ട്. സോ നമുക്ക് ഏത് വേണമെങ്കിൽ കയറാന്നുള്ളതാണ്. ഫൈനലി നമ്മൾ ഒരു കുന്നിൻ്റെ മുകളിൽ കയറാൻ പോവാം. സോ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതാ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കയറി പോകണം. അവിടെ ആൾക്കാർ നിൽക്കണുണ്ടോ? അതുവരെ എത്തുമോ? എത്തിച്ചാവണം.
ഓക്കെ, സോ ഇതാണ് ആ സംഭവം. നമുക്ക് കയറാം. നല്ലൊരു സ്റ്റീപ്പ് മല തന്നെയാണ്. നേരെ തന്നെ എപ്പിടിയൊക്കെ കയറുന്നത്. ഇത് കണ്ടോ, ഇത് ഫെറോസ് ആണ് ബേസിക്കലി. ഇത് വന്നിട്ട് റാബിറ്റോ വലുതായിരിക്കും. സോ ഇവിടെ ഫുള്ളുണ്ട്, ഏതിൻ്റെയോ ആണിത്. സോ കണ്ടല്ലേ, ഇതാണ് ഒരു നല്ല സ്റ്റീപ്പാണ്. നമ്മൾ നേരെ കയറുക, അത്രേ ഉള്ളൂ. നമുക്ക് നോക്കാം. എൻ്റെ സാധാ സ്നീക്കേഴ്സാണ്, ട്രക്കിംഗ് ഷൂസ് ഒന്നുമല്ല. ഇവിടുത്തെ വ്യൂ ആണ് സാർ, അതാണ് വ്യൂ. നിങ്ങൾക്കിതിൽ കാണാൻ പറ്റുമോ അറിയില്ല. കണ്ടല്ലേ, ഒരു ക്യാസിൽ ആ സൈഡ് ഫുള്ള്. ആ ശരി ശരി, അല്ലേ ഞാൻ ജസ്റ്റ് അതിന് സൈഡിൽ പോട്ടെടുക്കണം. മുകളിൽ പോവും, ഇതിനി കയറണം. ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ്. ഗൈസ് ഫൈനലി മുക്കാലെത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ കയറി വന്ന് ഫൈനലി മുകളിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. ടോപ്പ് എത്തി കേട്ടോ. സോ മുകളിൽ കയറിയിട്ട് ആ സൈഡിൽ കൂടെ എക്സിറ്റ് ആവുകയാണ്. നമുക്ക് ഒന്നിലെ വന്ന വഴി തന്നെ തിരിച്ചു പോവാം, അല്ലെങ്കിൽ ഫുള്ള് കയറിയിട്ട് ആ സൈഡിൽ കൂടെ പോകും. സോ അല്ലേ, ദ ടോപ്പ് എത്തി. അതെ, ഇവിടുത്തെ ഒരു വ്യൂ. ഇവിടെ കുറേ ആൾക്കാരുണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ. ഫൈനലി ടോപ്പ് എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇത് കൂടെ ഒരു വഴിയുണ്ട് അല്ലേ, ഇങ്ങനെയും പുറത്തു പോവാം. ഇവിടുത്തെ ഒരു വ്യൂ ആണ് സാർ. ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ. Drone for bought. Drones are not allowed. ഞാൻ പറഞ്ഞ മാതിരി ഡ്രോൺ അലൗഡ് അല്ല, പക്ഷെ ഇവിടെ ഡ്രോൺ പറത്തിക്കേണ്ട ആൾക്കാർ ഫോറസ്റ്റ് ഏരിയ കൊണ്ടായിരിക്കും. മേ ബി ഇതൊരു ഫോറസ്റ്റ് ഏരിയ ആണ്. സോ ഇവിടെ രാത്രിയൊന്നും ആൾക്കാർ പോകാറില്ല. ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് ഒരു 4:30-5 മണിയാകുമ്പോഴേക്ക് ഇരുട്ടാവും. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ആരും വരാറില്ല. വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇൻഷുറൻസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും കിട്ടില്ല, എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ. സോ രാത്രി ആരും വരാറില്ല. സമ്മറിൽ ലൈറ്റുള്ളതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ട് ആൾക്കാർ പോകും. സമ്മറിൽ ഒരു 9 മണി വരെയൊക്കെ ഇങ്ങനെ സൺലൈറ്റ് ഉണ്ടാവും, അതുകൊണ്ട് ആൾക്കാർ കുറച്ച് ലേറ്റായി പോകും. വിൻ്ററിൽ നമ്മളിപ്പോൾ ഇറങ്ങണം. ശരിക്കും ഒരു 2 hours കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ലൈറ്റേ ഉണ്ടാവില്ല, തണുപ്പും കൂടും. അപ്പോൾ വെയിലുള്ളതുകൊണ്ട് കുറച്ച് കുഴപ്പമില്ല. സോ ഗൈസാ, നമ്മളൊരു കുതിരയുടെ ഒരു സ്ഥലത്തേക്ക് വന്നിരിക്കും. കുറച്ച് പറിച്ചിട്ട് വാ. Take a boat, nice shot. No, with your right. It's gonna come epic. സത്യം. വാ. നല്ലൊരു ഷോട്ട് ഇടാ. അല്ല, ഒന്നും എടുത്ത്. ഇതൊക്കെ ഒന്നൊക്കെ പിടിക്കാറില്ലേ ഒന്ന്. വാ, നമുക്ക് കുറച്ച് കുതിരയ്ക്ക് പുല്ല് കൊടുക്കാം. ഗുഡ് ബോയ്, ഗുഡ് ഗേൾ. ഗേളാ പോയാ. ആ അതാ കേക്ക് പോയ ഇറിറ്റേഷന്. Boy, here boy. Okay boy, good boy, good boy, good boy.
Yeah. Okay, boy. Okay. Okay, boy. Oh my god. Sing in the rain. I am swine in the rain.